ടീമിനോട് എനിക്ക് വലിയ ടാസ്കും അതിന്റെ ഡെഡ് ലൈനും തന്നു. അപ്പൊ അത് കഴിക്കാൻ പറ്റാത്തതിന്റെ ഒരു റിയാക്ഷൻ ആണ് ഈ കാണുന്നത്. അപ്പൊ നിങ്ങൾ വിചാരിക്കും ഇപ്പൊ ഇതൊക്കെ ചെയ്തിട്ട് എന്തിനാ സമയം വേസ്റ്റ് ആക്കണേന്ന്. ചെറുതായിട്ട് ടെൻഷനും എൻസൈറ്റിയും ഒക്കെ ഉണ്ട്. അപ്പൊ അത് കുറയ്ക്കാൻ വേണ്ടി ചെയ്യുന്ന ഓരോ മെത്തേഡുകളാണ് കേട്ടോ. ജർമ്മനി വന്നിട്ട് പാർട്ട് ടൈം ചെയ്യാതെ സർവൈവ് ചെയ്യാൻ പറ്റുമെന്ന് കുറെ പേര് എന്റെ അടുത്ത് ചോദിച്ചിട്ടുണ്ടായിരുന്നു. നമുക്ക് ഒരിക്കലും പാർട്ട് ടൈം ചെയ്യാതെ അവിടെ സർവൈവ് ചെയ്യാൻ സാധിക്കില്ല. ബിക്കോസ് ഒന്നില്ലെങ്കിൽ നിങ്ങൾ ഭയങ്കര പൈസക്കാരനായിരിക്കണം, അല്ലെങ്കിൽ നമ്മുടെ പാരന്റ്സിനെ ഡിപ്പെൻഡ് ചെയ്യാതെ ഒറ്റയ്ക്ക് ജീവിക്കണമെന്ന് താല്പര്യത്തോടുകൂടി വരുന്നതാണെങ്കിൽ പാർട്ട് ടൈം എന്തായാലും ചെയ്യണം. കാരണം നാട്ടിലെ പോലെ 35,000 രൂപ കിട്ടണമെങ്കിൽ അടിച്ചു പൊളിച്ച് ജീവിക്കാൻ പറ്റുന്നത് പോലെയല്ല ഇവിടെ. എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഓരോ സിറ്റി അനുസരിച്ച് ഇവിടെ റെന്റ് വേരി ചെയ്യും. ഞാൻ നിൽക്കുന്നത് ഫ്രാങ്ക്ഫർട്ട് എന്ന് പറഞ്ഞിട്ടുള്ള വലിയ സിറ്റിയിലാണ്. അപ്പോൾ ഇവിടെ 40,000-ന് മേലെ ആയിരിക്കും റെന്റിന്റെ തന്നെ പൈസ നമ്മൾ മാറ്റി വെക്കേണ്ടത്. പിന്നെ ഫുഡും പിന്നെ റേഡിയോ ബില്ലും അതേപോലെ തന്നെ നമ്മുടെ ഹീറ്ററിന്റെ എക്സ്പെൻസും ഇലക്ട്രിസിറ്റിയുടെ എക്സ്പെൻസും അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മുടെ ഗ്രോസറി എക്സ്പെൻസ്, പിന്നെ നമ്മുടെ ഷോപ്പിംഗ് എക്സ്പെൻസ്, പിന്നെ നമുക്ക് ഇൻഷുറൻസ് ആയിട്ട് 140 യൂറോ ആക്കിയിട്ട് ഈ എക്സ്പെൻസുകളൊക്കെ മീറ്റ് ചെയ്യണമെങ്കിൽ നമുക്ക് എന്തായാലും പാർട്ട് ടൈം വേണം കേട്ടോ.